ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തി എന്മേൽ? കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ യേശുവെന്നാടി സ്ഥാനം. ആശയവനിൽ അത്രേ ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. അത് യേശുവാണ് നമ്മുടെ അടിസ്ഥാനം. ആശ്വാസത്തിൻ്റെ പൂർണ്ണത കർത്താവിലാണ്. ലോകമൊരിക്കലും ഒരാശ്വാസം നമുക്ക് തരികയില്ല. എന്നാൽ നമ്മുടെ ആശ അവനിൽ വെച്ചാൽ ആശ്വാസത്തിൻ്റെ പൂർണ്ണത അവനിൽ നിന്ന് നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖമോ ദാരിദ്ര്യമോ വന്നാലും ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. അവൻ നമ്മെ കൈക്ക് പിടിച്ച് നടത്തും. ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും രോഗത്തിനും കർത്താവിലുള്ള സ്നേഹത്തെ കുറയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവം നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും നമ്മെ ശക്തി ചോർത്തിക്കളയുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവാണ് എൻ്റെ അടിസ്ഥാനം. എത്ര മനോഹരമായ പാട്ടുകളാണ് പാടി ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയമരുത്. ശിക്ഷയും ശാസനയും ആവശ്യമില്ലാത്ത ഒരു ജീവിതമില്ല. ഏത് വ്യക്തിക്കും അവൻ ആത്മീയമായി എത്ര വളർന്നു പോയാലും ശിക്ഷണവും ശാസനവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ചിലപ്പോൾ ശിക്ഷിച്ചെന്നിരിക്കും. ദൈവം നമ്മെയും കുടുംബത്തെയും ചിലപ്പോൾ ശിക്ഷിച്ചെന്നിരിക്കും. നമ്മെ സഭയായും ശിക്ഷിച്ചെന്നിരിക്കും. ലോകത്തെ മുഴുവനായും ദൈവം ശിക്ഷിച്ചെന്നിരിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ലോകത്ത് മുഴുവനും ഒരു പകർച്ചവ്യാധിയുടെ ഭീഷണിയിലാണല്ലോ. അത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവം മനുഷ്യൻ ശുദ്ധീകരിക്കുവാൻ, തന്നിലേക്ക് മനുഷ്യൻ കണ്ണ് നോക്കുവാൻ, തന്നിലേക്ക് ദൈവത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തൻ്റെ മക്കളെ ദൈവം ഇവരിൽ നിന്ന് ചേർത്തെടുക്കുവാനായി, ഇവരിൽ നിന്ന് ഒന്നുകൂടെ ഒരു ശുദ്ധീകരണം വരുത്തി ലോകത്തിൽ നിന്ന് തൻ്റെ ജനത്തെ ഉണർത്തുവാൻ, ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇത് കർത്താവിൻ്റെ കരമാണെന്ന് അറിഞ്ഞ് ദൈവത്തോട് ഒരു സ്റ്റെപ്പ് കൂടെ അടുക്കുവാൻ വേണ്ടി കൂടെയാണ് ഇപ്പോഴത്തെ ലോകവ്യാപകമായ ഈ പകർച്ചവ്യാധി നിലകൊള്ളുന്നത്. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ പ്രചോദന, ശിക്ഷണ, ശാസനമൊക്കെ വരും. അതിനെ ഒന്നും നോക്കി നിരാശപ്പെടാതെ ധൈര്യത്തോടെ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശാസനയുടെ മുഖം അതൊരു പക്ഷേ ഭാരമായി തോന്നിയേക്കാം. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് തോന്നിയേക്കാം. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് നാം ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതിലൊന്നാമതായി, നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ശാസന പിതൃബന്ധത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതാണ് എബ്രായ ലേഖനം 11:7 നാം വായിക്കുന്നത്. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ദൈവത്തിന് സ്തോത്രം. നിത്യതയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം നിന്നെ ഇവിടെ ഒരുക്കുകയാണ്. അങ്ങോട്ട് നിത്യതയ്ക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇവിടെ ചില ശുദ്ധീകരണങ്ങൾ നടത്തേണ്ടി വരും. ഇവിടെ നിൻ്റെ ജഡത്തെ ക്രമീകരിക്കേണ്ടി വരും. ഇപ്പോൾ പൈലറ്റ്
റോക്കറ്റിൽ യാത്ര ചെയ്യുന്ന ബഹിരാകാശ യാത്രക്കാർക്ക് എത്ര കഠിനമായ ട്രെയിനിങ് ആണ് കൊടുക്കുന്നതെന്നറിയാമോ? ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് വേണ്ടി ചില മാസങ്ങൾ അവരെ AC റൂമിൽ അതേ അന്തരീക്ഷമൊക്കെ വരുത്തി അവരെ ട്രെയിൻ ചെയ്യും. ബഹിരാകാശത്ത് യാത്ര ചെയ്യുന്നവർക്ക് വലിയ ശക്തമായ ട്രെയിനിങ് ആണ്. അവരുടെ ശരീരത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണം, അവരുടെ ഭാരം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്, ആഹാര ക്രമീകരണങ്ങൾ അവർ ധാരാളമായി വ്യത്യാസം വരുത്തേണ്ടി വരും. ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് ജാർ ഉപയോഗിച്ച് ശ്വസിക്കുവാൻ വേണ്ടി പരിശീലിക്കണം. അതുപോലെ ബഹിരാകാശത്ത് യാത്ര ചെയ്യുന്ന റോക്കറ്റിൻ്റെ ഓരോ അവശിഷ്ടങ്ങൾ കത്തി അമർന്നാണ് അന്നേരമുണ്ടാകുന്ന വലിയ പവറിലാണ് റോക്കറ്റ് കുതിക്കുന്നത്. അപ്പോഴൊരു വല്ലാത്ത ശബ്ദമുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ നാം നടുങ്ങിപ്പോകാനിടയാകും. അങ്ങനെ നടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അങ്ങനെയുള്ള ട്രെയിനിങ് ബഹിരാകാശ യാത്രയിൽ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള ശബ്ദവും അവിടെയുള്ള ഉൽക്കകളുടെ റെസ്പോൺസും അവിടെയുള്ള അന്തരീക്ഷമർദ്ദവും ഒക്കെ പ്രത്യേകം പരിശീലിച്ച് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുവാനും ആഹാര സാധനങ്ങളുടെ വ്യത്യാസം വരുത്തുവാനും, എല്ലാ ഭക്ഷണവും റോക്കറ്റിൽ പോകുമ്പോൾ കഴിക്കാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. അതുപോലെ ശ്വസനവും ഒത്തിരി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്സിജനുമായിട്ട് നല്ലപോലെ ഇണങ്ങേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങൾ വേറെ ഒരു രാജ്യത്തിലേക്ക്, വേറെ ഒരു ഗോളത്തിലേക്ക് പോകുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്ത് ഈ ഭൂമിയിൽ വെച്ച് പൗരത്വം സ്വീകരിച്ച് മറ്റൊരു ഗ്രഹത്തിലേക്ക്, സ്വന്തം പിതാവ് അവിടുത്തുകാരനാണ്, കർത്താവ് പറഞ്ഞു ഞാൻ അവിടുത്തുകാരനാണെന്ന്, കർത്താവ് പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന്, പരലോകമാണ്, സ്വർഗലോകമാണ്, അവിടേക്ക് പോകുവാൻ ശാരീരികമായും മാനസികമായും ചിന്താപരമായും ഒക്കെ ഒത്തിരി ക്രമീകരണങ്ങൾ ദൈവ പൈതലേ നിനക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ വേദനയുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിന്ദയോ അപമാനമോ ഒക്കെ ഉണ്ടെങ്കിലും അതുമായി ഇണങ്ങിച്ചേരേണ്ടതായിട്ടുണ്ട്. ലക്ഷ്യം ദൈവരാജ്യമാണ്, നിത്യതയാണ്, പിതാവിൻ്റെ സന്നിധിയാണ്. ചിലപ്പോൾ നമ്മെ ദോഷമായിട്ട് ഉപദ്രവിക്കുകയാണോ വേദനിപ്പിക്കുകയാണോ എന്ന് തോന്നും. അതാണ് 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവനിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ദൈവം ശിക്ഷിച്ചാലും ശൗലിനെ പോലെ ദൈവത്തിൻ്റെ ദയ ദാവീദിനോട്, തൻ്റെ തലമുറയോട് നീങ്ങിപ്പോകുകയില്ല. ദൈവത്തിൻ്റെ ദയ നമ്മോട് നീങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ, നമ്മെ ശുദ്ധീകരിച്ച് തൻ്റെ പാതയ്ക്കകത്ത് കൊണ്ടുവരണമെങ്കിൽ ദൈവം ചെയ്യുന്ന ശോധനയ്ക്ക് അവൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കണം. ദൈവത്തിന് ശുദ്ധീകരിക്കാൻ പ്ലാനില്ലെങ്കിൽ ചിലപ്പോൾ, ദൈവത്തിന് നന്നാക്കാൻ പ്ലാനില്ലെങ്കിൽ ചിലപ്പോൾ ശുദ്ധീകരിച്ചില്ലെന്നും ഇരിക്കും. ശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ കടത്തിവിട്ടാൽ അതനുസരിച്ച് കീഴ്പ്പെട്ടു പോയില്ലെങ്കിൽ ദൈവം പിന്നെ ശുദ്ധീകരണത്തിന് മുതിരുകയില്ല. ദൈവത്തിന് സ്തോത്രം. ശൗലിന് അതാ സംഭവിച്ചേ. ശൗല് ദൈവത്തിൻ്റെ പാതയിലല്ലെന്നായപ്പോൾ പിന്നെ അവനെ ദൈവം അങ്ങ് കൈവിട്ടു. അതാണ് നാം ഇവിടെ വായിച്ചത്. 2 ശമൂവേൽ 7-14 മുതലുള്ള വാക്കുകൾ നാം അതാണ് കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ കീഴിലാണെങ്കിൽ, ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ, ദൈവ പൈതലേ,
ദൈവത്തിൻ്റെ ശുദ്ധീകരണ ചൂളയിലൂടെ കടന്നു പോകുന്നെങ്കിൽ മനസ്സിലാക്കാം, ഇത് ശുദ്ധീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇനി ജീവിതത്തിൽ ഒരു പരിശോധനയും ശുദ്ധീകരണവും ഒന്നുമില്ലെങ്കിൽ ദൈവദിന പ്രകാരം പരിശോധിക്കണം, ദൈവത്തിൻ്റെ പാതയിൽ തന്നെയാണോ? ഒരു കഷ്ടവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ഭാരവുമില്ല, എല്ലാം ഓക്കെയാണ്, ഞാൻ ദൈവവേദലാണ് എന്ന് പറഞ്ഞാൽ ദൈവവേദനയെ സംശയിക്കണം. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. ക്രിസ്തീയ ജീവിതം എല്ലാം പട്ടുമെത്ത പോലെ മനോഹരം ആയിക്കൊള്ളണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ശിക്ഷ അത് നിരസിക്കരുത്, അത് സ്നേഹത്തോടെയാണ്. അത് നമ്മെ നിത്യതയ്ക്ക് കൊണ്ടുപോകുവാനാണ്. ദൈവത്തിന് സ്തോത്രം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ സദൃശ്യവാക്യങ്ങളിൽ നാം ഒരു ഭാഗം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സദൃശ്യവാക്യം 13-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വടിയെ ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. എത്ര മനോഹരമായ വാക്യമാണ്. വടിയെ സ്നേഹിക്കുകയാണെങ്കിൽ മക്കളെ സ്നേഹിക്കും. ദൈവത്തിന് സ്തോത്രം. മക്കളെ സ്നേഹിക്കുന്നവനോ അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ചെറുപ്പം എന്ന് പറഞ്ഞാൽ ദൈവവേദിലെ സ്വർഗത്തിലെ യുഗായുഗങ്ങളുള്ള വാഴ്ചയിൽ സ്വർഗത്തിൽ എത്ര പ്രായം തീരുമാനിക്കാൻ പറ്റുമോ? കർത്താവിനോട് എത്ര വർഷം വാഴാവുന്നൊരു കണക്കുണ്ടോ? ഇല്ല. യുഗായുഗങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയിലെ 70 ഏറെയായാൽ 80 നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം, നിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം കർത്താവിനോട് കൂടെയുള്ള വാസത്തിൻ്റെ ഒരാരംഭമാണല്ലോ. വിശ്വാസത്താൽ അവൻ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നതെന്നാണ് ദൈവജനം പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഇപ്പോഴേ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം നിൻ്റെ ബാല്യകാലമാണ്. ആ ബാല്യകാലത്തിൽ കർത്താവ് നിന്നെ ശിക്ഷിക്കും, ശിക്ഷിച്ച് താക്കീത് നൽകും. സദൃശ്യവാക്യത്തിൽ നാം വായിച്ചത്, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ഈ പുരുഷായുസ് കർത്താവുമായുള്ള വാസത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറുപ്പമാണ്. ചെറുപ്പത്തിലേ നിന്നെ ശിക്ഷിക്കുന്നത്, ഭൂമിയിലെ വാസത്തിൽ നിന്നെ ശിക്ഷിക്കുന്നത് ദൈവപൈതലേ നിൻ്റെ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പരിശോധന ജീവിതത്തിൽ വരുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ മനസ്സിലാക്കണം, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അവൻ ലോകത്തെ ജയിച്ചവനാണ്. അവൻ്റെ മകനാകുന്ന എനിക്കും ലോകത്തെ കഷ്ടതയെ ജയിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയിൽ നിരാശപ്പെട്ട് പതറിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലെ നിൻ്റെ ആയുസ് നിത്യതയോട് സംബന്ധിച്ച് തട്ടിച്ചു നോക്കുമ്പോൾ, നിത്യതയുടെ വെളിച്ചത്തിൽ നിൻ്റെ ഭൂമിയിലെ വാസകാലം നോക്കുമ്പോൾ ഒരു ശൈശവകാലം മാത്രം. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ശൈശവകാലത്ത്, നിൻ്റെ ബാല്യകാലത്ത് പിതാവിൻ്റെ ശിക്ഷണം ദൈവവേദിലേ നിനക്ക് കൂടിയേ തീരൂ. കുതറി മാറരുത്. ഇത് പിതാവിൻ്റെ ശിക്ഷണമാണ്. ഇത് നിരാശപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നത്, ദൈവത്തിന് നമ്മെ തൻ്റെ പാതയിൽ കൊണ്ടുവരണം, അതിനാണ് ശിക്ഷിക്കുന്നത്. ശൗലിനെ പോലെ വിട്ടുകളയാനല്ല. സദൃശ്യവാക്യത്തിൽ നാം വായിക്കുന്നത്, ഇത് നിൻ്റെ ക്രിസ്തീയ ജീവിതം, അത് നിത്യതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാല്യകാലമാണ്. കർത്താവേ, ഞാനൊരു ബാലനാണ്,
ഞാൻ നിൻ്റെ പൈതലാണ്, നീ എന്നെ ശിക്ഷിക്കണം, ഏൽപ്പിച്ചു തരുന്നു. ദാവീദ് ദൈവത്തോട് പല പ്രാവശ്യം ശിക്ഷയുടെ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ വടി കൊണ്ട് എന്നെ അടിച്ചോ. ദാവീദിൻ്റെ പല പ്രാർത്ഥനയുടെയും ആശയം അതാണ്. നീ വടി കൊണ്ട് എന്നെ അടിച്ചോ, പക്ഷെ വാളുകൊണ്ട് എന്നെ വെട്ടരുത്. നീ വടി കൊണ്ട് എന്നെ അടിച്ചാൽ അടി കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ക്രമീകരണം വരുത്തി ശുദ്ധപാതയിൽ എനിക്ക് പോകാം. പക്ഷെ നീ എന്നെ വാളുകൊണ്ട് വെട്ടിയാൽ ധൂളി നിന്നെ സ്തുതിക്കുമോ? ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ നിനക്ക് എന്തുകൊണ്ട് പ്രയോജനം വരുത്തും? ദൈവത്തിന് സ്തോത്രം. ദൈവവേദിലെ പരിശോധനയിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരണം. എന്നെ നീ വടി കൊണ്ടടിച്ചോ, എൻ്റെ ജീവനെ എടുക്കരുത്. എനിക്ക് കുറച്ചുകൂടെ ക്ലിയറായി, കുറച്ചുകൂടെ തിളങ്ങുന്ന ഒരു ക്രിസ്തീയ ജീവിതം ചെയ്ത് നിത്യതയിൽ ദൈവദൂതന്മാരെ പോലെ ശോഭിക്കാനുള്ളതാണല്ലോ ഇവിടെ വെച്ച് തിളങ്ങുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് ചെയ്യുവാനുണ്ട്. ഞാൻ അറിവില്ലാത്തവനാണ്, ഞാനൊരു ബാലനാണ്, ബാലികയാണ്. ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നത് ദൈവത്തിന് ആകാശം ചായച്ച് നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുവാനുള്ള ഒരു മാർഗമായിട്ടാണ്. ഏറ്റവും അടുത്ത് വരാനാണ്. എന്തിനാ കഷ്ടത? ദൈവം ആകാശം ചായച്ച്, അതല്ലെങ്കിൽ ഗോവേണിയിലൂടെ യാക്കോബ് ദൂതന്മാരെ കണ്ടതുപോലെ കഷ്ടത ദൈവത്തിന് നിൻ്റെ അടുക്കൽ വരുവാനുള്ള ഒരു ഗോവേണിയാണ്, ഒരു മാർഗമാണ്. കാരണം കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. കഷ്ടത വരുമ്പോൾ കർത്താവ് നിൻ്റെ അടുത്തുണ്ടെന്ന് ഉറപ്പാക്കണം. ചോദിക്കണം, കർത്താവേ, നീ എൻ്റെ അടുത്തുണ്ടല്ലോ, നിന്നെ തൊടുവാൻ എനിക്ക് കഴിയുന്നു. നിൻ്റെ സ്പർശനം, വേദന കൊണ്ട് പുളയുന്ന കുഞ്ഞിനെ അതിൻ്റെ മാതാവെടുത്ത് തലോടുമ്പോൾ അതിൻ്റെ കരച്ചിൽ മാറി ഒരു ഏങ്ങലടിയായിട്ട് ശേഷിക്കും, അല്ലേ? വേദന കൊണ്ട് പുളയുന്ന കുഞ്ഞ്, വിശപ്പ് കൊണ്ട് കരയുന്ന കുഞ്ഞ് മാതാവ് എടുക്കുമ്പോൾ ഒരേങ്ങലടിയായിട്ട് മാറും. ആദ്യം അതിൻ്റെ മാതാവിൻ്റെ കരങ്ങൾ അതിനെ ആശ്ലേഷിക്കും, സാന്ത്വനപ്പെടുത്തും, പിന്നെ അതിന് പാലും കൊടുക്കും. നിൻ്റെ ക്രിസ്തീയ ജീവിതവും അങ്ങനെയാണ്. ആദ്യം കർത്താവ് അടുത്ത് വരുമ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കും. പിന്നെ നിൻ്റെ വചനമെന്ന മായമില്ലാത്ത പാല് നീ വലിച്ചു കുടിക്കാൻ നിനക്ക് കഴിയും. അങ്ങനെ നിൻ്റെ ശരീരത്തിന്, നാഡിഞരമ്പുകൾക്ക് ദൈവ സാന്നിധ്യം അകത്തെ മനുഷ്യന് ബലം നൽകും. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളിൽ സമർപ്പിച്ചാട്ടെ. കർത്താവെ, കഷ്ടത ഒരു വലിയ ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിൻ്റെ നുകത്തിൻ്റെ കീഴിൽ അത് ഞാൻ ചേർന്നിരുന്നോളാം. നീ ദോഷത്തിനായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയാകുന്ന ശോധനയിൽ പതറിപ്പോവാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. എന്തു വന്നാലും കർത്താവിനെ തള്ളിപ്പറയരുത്. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെൻ്റെ വിശ്വാസം കാക്കാൻ, കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെൻ്റെ വിശ്വാസം കാക്കാൻ, വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ,
യേശുവെപ്പോൾ വേറെ പ്രിയനില്ലായേ. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാവനമാൻ ചട്ടമെൻ്റെ കീർത്തനങ്ങളത്രേ. നാൾ തോറും അവകളെ ധ്യാനിക്കുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ. യേശുവെപ്പോൾ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ. യേശുവെപ്പോൾ വേറെ പ്രിയനില്ലായേ. പരിശുദ്ധ പിതാവേ, കഷ്ടതയിൽ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തികത്തിനുമായ കർത്താവിലേക്ക് നോക്കി ക്രിസ്തുജീവൻ ചെയ്യുവാൻ അടിയങ്ങളെ സമർപ്പിച്ച് നിൻ്റെ ജനത്തെ ഏൽപ്പിച്ചു തരുന്നു. വിവിധ വിഷയങ്ങളിൽ നിൻ്റെ മക്കൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. വിടുതലയക്കണം, വിഷയങ്ങളുടെ മേൽ മറുപടി നൽകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയച്ചതിനാൽ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.